ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു സൺഡേ വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇപ്പോൾ സൺഡേ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ടൊന്നും കാണിക്കുന്നില്ല, കുറച്ച് ഭാഗങ്ങളായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. എന്നാലും പിന്നെ രാവിലെ വന്നപ്പോൾ നല്ല കാലാവസ്ഥയായിരുന്നു. അപ്പോൾ വേഗം തന്നെ ഞാൻ അടുക്കളയിലേക്ക് വന്ന് രാവിലെ നൂൽപുട്ടും പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റൂ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നൂൽപുട്ടിന് പത്തിരിപ്പൊടി വാങ്ങിയതുണ്ടായിരുന്നു. അപ്പോൾ അതും പിന്നെ അതിൻ്റെ അകത്തേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഉപ്പിട്ടിട്ട് തിളച്ച വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തിട്ട് അവിടെ എടുത്ത് വെച്ചതാണ് കേട്ടോ. കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചതിന് ശേഷമാണ് പിന്നെ കുഴച്ചെടുക്കുന്നത്. പക്ഷേ നല്ല ചൂടോടെ ഉള്ളതുകൊണ്ട് നമുക്ക് തൊടുമ്പോൾ ചൂടുണ്ടാവും. പക്ഷേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ. എൻ്റെ കൈൻ്റെ മുകളിലും കുറച്ച് വെളിച്ചെണ്ണ ആക്കിയിട്ടാണ് ഞാനത് കുഴച്ചെടുത്തത്. പിന്നെ നന്നായിട്ട് ചൂടോട് കൂടി തന്നെയാണ്, എന്നാലും പതുക്കെ ആക്കി കുഴച്ചെടുത്താണ് കേട്ടോ. നല്ലോണം കുഴയ്ക്കുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂൽപുട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഉള്ളിയും ഒക്കെ ഇട്ടിട്ട് പച്ചമുളകൊക്കെ ഇട്ടിട്ടുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ചതിന് ശേഷം വറവിടുകയാണ് ചെയ്തിട്ടുള്ള. തേങ്ങാപ്പാലും തേങ്ങയൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. അപ്പം നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. അങ്ങനെ പിന്നെ നൂൽപുട്ട് ഉണ്ടാക്കുമ്പോൾ ഇവർക്കൊന്നും ഇവിടെ അങ്ങനെ തേങ്ങ ഇടുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ പിന്നെ തേങ്ങ ഒന്നിട്ടില്ല, വെറുങ്ങനെ തന്നെ നൂൽപുട്ട് ഉണ്ടാക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഏട്ടന് നൂൽപുട്ട് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഏട്ടന് കുറച്ച് പത്തിരി ചുട്ടുകൊടുക്കുക ചെയ്തിട്ടുള്ളത്. പിന്നെ ഇലയിൽ പരത്തിയിട്ട് അതങ്ങോട്ട് ചുട്ടെടുക്കുക ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ നാട്ടിലുള്ള ഒരു പ്രധാനപ്പെട്ട വിഭവമാണ് നൈസ് പത്തിരി. പക്ഷേ എനിക്കത് അങ്ങനെ ഉണ്ടാക്കാൻ അറിയില്ല. ഉണ്ടാക്കാൻ അറിയാത്ത എനിക്ക് തോന്നുന്നു, എനിക്ക് അതിനോട് അത്ര ഇഷ്ടമില്ല. അതുകൊണ്ടായിരിക്കണം അത് പഠിക്കാൻ ശ്രമിച്ചിട്ടുമില്ല ഞാൻ. പിന്നെ അപ്പം നിലയിൽ പരത്തിയിട്ടാണ് ചുട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാവുമ്പോഴേക്കും ഞാൻ വേഗം വന്നിട്ട് വാഷിംഗ് മെഷീനിൽ വെള്ളം നിറയ്ക്കാൻ വന്നതാണ്. അപ്പോൾ അതാവുമ്പോഴേക്കിനും ഒന്ന് ടെറസ് തുറന്ന് നോക്കിയപ്പോൾ നല്ലോണം ഇലയൊക്കെ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അടിച്ച് വാരി കളഞ്ഞ് പിന്നെ വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുത്തിട്ട് താഴെ വന്നപ്പോഴേക്കിനുണ്ട് ഏട്ടൻ മുറ്റത്ത് പുല്ലൊക്കെ ചെത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വേഗം വറവൊക്കെ ഇട്ട് പിന്നെ ചായ കുടിക്കാനും കൂടി ഇരുന്നതാണ് കേട്ടോ. അപ്പോഴത്തേക്ക് പത്തിരിയും ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചതിന് ശേഷമാണ് ഇന്ന് പിന്നെ ഞാൻ ലീവുള്ള ദിവസമാണെങ്കിൽ നമുക്ക് ഒരുപാട് പണിയുള്ള ഒരു ദിവസമാണല്ലോ ഈ സൺഡേ ഉണ്ടാവുക. അപ്പോൾ ഞാൻ കർക്കിടക ആവാറായില്ലേ, അപ്പോൾ ക്ലീനിങ് ഒന്നും മുഴുവനായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കിച്ചണാണ് കുറേ നാളായി ഡീപ്പ് ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ നല്ല പണിയുണ്ട്, തൊട്ടാൽ ഒരു ദിവസം മുഴുവനും ചെയ്യാനുള്ള പണിയുണ്ടാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു, പിന്നെ നല്ല മടി ഉണ്ടായിരുന്നു. രാവിലെ എണീറ്റപ്പോൾ എനിക്കിങ്ങനെ ഒന്ന് വെറുതെ ഇരുന്നാൽ മതി എന്നൊരു തോന്നലായിരുന്നു. പക്ഷേ എന്താ വെച്ചാൽ ലീവുള്ള ദിവസം ചെയ്തിട്ടില്ലേ പിന്നെ ഒരു അടുത്ത ആഴ്ച എനിക്കൊരു പരിപാടി ഉണ്ട്, അപ്പോൾ പറ്റൂല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ച് മതി, ഇനി മടിയൊന്നും വിചാരിക്കേണ്ട, വേഗം ചെയ്യാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി മോൻ എന്ത് ചെയ്ത് ടേബിളിൻ്റെ മുകളിൽ ആ കവർ ഇടുന്നുണ്ട്. അപ്പോൾ അതിൽ സോപ്പ് വെള്ളമൊക്കെ നിലത്താക്കിയതുകൊണ്ട് പിന്നെ വേഗം ഞാൻ കോലായും ഹോളവും തുടച്ചെടുത്തതാണ്. ഇനിയിപ്പോൾ ആരെങ്കിലും വഴിക്ക് പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഷോർട്ട് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കാണാം കേട്ടോ. അപ്പോൾ കിച്ചണാണിത്. കിച്ചണ് എൻ്റെ ഇതിൽ അങ്ങനെ മോഡുലാർ കിച്ചണൊന്നുമല്ല, സാധാരണ ഒരു കിച്ചണാണ്. പിന്നെ ഞാൻ എൻ്റെ വക കുറേ എന്താ പറയുക ഭംഗി ആക്കി വെച്ചതാണ്, സ്റ്റിക്കർ പേപ്പറൊക്കെ ഒട്ടിച്ചിട്ട്. ഞാനൊരു സ്റ്റിക്കർ പേപ്പറിൻ്റെ ഒരു വീക്ക്നെസ് ഉള്ള ആളാണ്. അപ്പോൾ ഞാൻ സ്റ്റിക്കർ പേപ്പർ ഓഫറിലെല്ലാം കിട്ടുമ്പോൾ വാങ്ങിയിട്ട് ഓരോ സ്ഥലത്ത് ഒട്ടിച്ചു കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ചുമരിൻ്റെ മുകളിലൊക്കെ ഞാൻ സ്റ്റിക്കർ പേപ്പർ ഒട്ടിച്ചതാണ് കേട്ടോ. പിന്നെന്താ ബട്ടർഫ്ലൈസൊക്കെ ഉള്ളത്. അപ്പോൾ ഈ ഗ്യാസിൻ്റെ മുകളിൽ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നപ്പോൾ ഉള്ള ഓയിലും അതെല്ലാം ഇങ്ങനെ പിന്നെ മേലേക്കെല്ലാം ഇങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിലാകുമ്പോൾ നമുക്ക് സോപ്പിൻ്റെ വെള്ളം കൊണ്ട് തുണി കൊണ്ടെല്ലാം തുടച്ചാൽ നല്ല നീറ്റായി കിട്ടും, നല്ല പുതിയതുപോലെ ഉണ്ടാവും കേട്ടോ. പിന്നെ മാറാലിയൊക്കെ ഒന്ന് തട്ടി അതിനുശേഷം മോനും കൂടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, മേലോട്ടുള്ളതൊക്കെ തുടക്കാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ അവിടെയൊക്കെയുള്ള ചെടിയും എല്ലാം ഒന്ന് കഴുകി. പിന്നെ ചുമരിൻ്റെ മുകളിലത്തെ ടൈലൊക്കെ അവനൊന്ന് തുടച്ച് വൃത്തിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടി ഗ്യാസും ഞാൻ ഡീപ്പ് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെതും ഞാനൊരു ഷോർട്ട് വീഡിയോ ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതും ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അങ്ങനെ പിന്നെ ഇതിങ്ങനെ കാണിക്കുമ്പോൾ സ്പീഡിൽ കഴിയുന്നുണ്ടെങ്കിലും ഒരുപാട് സമയം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സന്ധ്യ വരെ എടുത്തു കഴിയാൻ വേണ്ടിയിട്ട്. പിന്നെ ആ ടേബിളിൻ്റെ മുകളിലിട്ട കഷ്ണം, ബാക്കി വെട്ടിയിട്ട കഷ്ണം ഞാൻ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് എടുത്തു വെച്ചിട്ട് ആദ്യം തന്നെ അതിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടാണ് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാം കുപ്പിയൊക്കെ തുടച്ചിട്ട് അതിലേക്ക് എടുത്ത് വെക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ എന്താ വെച്ചാൽ ഓരോന്നിൻ്റെയും തീരുന്ന സമയത്ത് കഴുകി ഉണക്കിയതിന് ശേഷമാണ് പുതിയത് ഇടാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വൃത്തികേടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എല്ലാം ഒന്ന് നന്നായി തുടച്ച്, എന്ന് വെച്ചാൽ ഗ്യാസിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ മുകളിലേക്കൊക്കെ എന്തായാലും ഗ്യാസിൻ്റെ ഒരു പിന്നെ ഓയിലൊക്കെ ഉണ്ടാവുമല്ലോ, ഈ എന്താ പറയുക പിന്നെ പുകയിലൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് തുടച്ചപ്പോൾ തന്നെ നല്ല വൃത്തിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ നല്ല നീറ്റാക്കി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ഇന്ന് അടുക്കളയിലെ പണിക്കൊന്നും നിന്നില്ല, ഭക്ഷണം ഉണ്ടാക്കാനൊന്നും നിന്നില്ല. രാവിലത്തെ പലഹാരം ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ വേഗം ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞ ഏട്ടനോട് എന്തായാലും എനിക്ക് പറ്റില്ല, എല്ലാം കൂടി നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് പുറത്തൊരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്. അപ്പോൾ അവിടെ നിന്ന് 2 പൊതി ചോറ് വാങ്ങിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 2 പൊതി തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് കഴിക്കാനുണ്ട്. അവിടെ ഒരുപാട് വിഭവങ്ങളുണ്ട് അവരുടെ അടുത്ത്.
അപ്പോൾ അതെല്ലാം കൂടി കഴിക്കുമ്പോൾ തന്നെ വയറ് നിറയും. അപ്പോൾ 2 പാക്കറ്റ് ചോറ് വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ക്രോക്കറി ഷെൽഫും കൂടി ഉണ്ട്. അപ്പോൾ അതിൽ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് അവിടെ നന്നായിട്ട് പിന്നെ എന്താ സോപ്പിൻ്റെ വെള്ളമൊക്കെ ആക്കിയിട്ട് ഞാനൊരു ലിക്വിഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ക്ലീനിങ് സൊല്യൂഷൻ. അപ്പോൾ അതിനെക്കൊണ്ട് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി എടുത്താണ് കേട്ടോ. പിന്നെ ഈ നമുക്ക് അടുക്കളയിൽ ഈ വെളിച്ചെണ്ണയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രേ ഉണ്ടായാൽ അത് നല്ലതാണ്. എന്നാൽ പിന്നെ അവിടെ ഇവിടെയൊന്നും വെളിച്ചെണ്ണ ആവില്ല. അപ്പോൾ ആ ട്രേ മാത്രം നമുക്ക് കഴുകിയെടുത്താൽ മതി. എന്തായാലും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ വെളിച്ചെണ്ണേൻ്റെ ഓയിലി ആവുമല്ലോ. അപ്പോൾ ഒരു കുപ്പിയിൽ ഓയിലും ഒന്നിൽ നല്ലെണ്ണയും ഒന്നിൽ വെളിച്ചെണ്ണയാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഇത് മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു സ്റ്റാൻഡായിരുന്നു. അപ്പോൾ ഞാൻ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് ആ സ്റ്റാൻഡിൻ്റെ മുകളിലാണ് ഈ ഓയിലും ഇങ്ങനത്തെ സാധനങ്ങൾ എടുത്ത് വെക്കുക. നല്ലൊരു ഉപകാരമുള്ള ഒരു സാധനമായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല കുറേ വർഷമായി എൻ്റെ അടുത്ത്, നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു, ഒന്നും കേടൊന്നും വന്നിട്ടില്ല. അതിലിടയ്ക്ക് പിന്നെ അച്ഛനും മോനും കൂടി മുറ്റത്ത് പുല്ലൊക്കെ പറക്കി വൃത്തിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അപ്പോൾ കിച്ചണിൽ ഞാനൊരു ചെറിയ ടേബിൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ മുകളിൽ ഞാൻ സ്റ്റിക്കർ പേപ്പർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ സോപ്പ് കൂട്ടി തുടച്ചപ്പോൾ നല്ല നീറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കിച്ചണിൻ്റെ റാക്കിൻ്റെ അടിയിലും അതേപോലെ കുറച്ച് പാത്രങ്ങളൊക്കെ വെക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ വേറെ തട്ടൊന്നുമില്ല, വെറുതെ പാത്രങ്ങൾ വെക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. ഇപ്പം റാക്കൊന്നുമില്ല അടുക്കളക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിലാണ് കുറച്ച് പാത്രങ്ങളുള്ളതൊക്കെ അതിൻ്റെ ഉള്ളിലാണ് വെക്കുക. എനിക്കധികം പാത്രങ്ങളൊന്നും ഞാൻ ഒരുപാടൊന്നും വാങ്ങിക്കൂട്ടാറില്ല. അങ്ങനെ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്തൊക്കെ കിട്ടിയതൊക്കെ തന്നെയുള്ളൂ. അപ്പോഴേക്ക് പിന്നെ ചോറ് കഴിക്കുക. അപ്പോഴേക്കും സമയം 2:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം ഭക്ഷണം എടുത്ത് വെച്ച് ഞങ്ങൾ ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷമാണ് ബാക്കി പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് രാവിലെ പിന്നെ കുളിക്കാനൊന്നും നിന്നില്ല. ഞാൻ വേഗം ഈ ക്ലീനിങ്ങിന് നിന്നിട്ട് ആദ്യം തന്നെ ഞാൻ പറഞ്ഞില്ല, നല്ല മടി ഉണ്ടായതുകൊണ്ട് തന്നെ എന്താ ചെയ്യേണ്ടത് എവിടുന്നാ തുടങ്ങേണ്ടതെന്നൊന്നും തിരിയാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ അങ്ങനെ ചെയ്ത് തുടങ്ങിയപ്പോൾ പിന്നെ നല്ല ഇൻട്രസ്റ്റാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ അതിൻ്റെ പിന്നെ കിച്ചണിൻ്റെ റാക്കിൻ്റെ ഉള്ള എന്താ പറയുക ആ ഡോറും ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തു. അതെൻ്റെ സ്റ്റോറാണ് കേട്ടോ. റൂമായിട്ട് ഞാൻ ചെയ്തിട്ടില്ല, കിച്ചണിൽ തന്നെ ഒരു സ്റ്റോറിൻ്റെ ഏരിയയാണ്. അപ്പോൾ തുറന്നാൽ സ്റ്റോർ ചെയ്യുന്ന ഒരു ഫെറോ സിമെൻ്റ് കൊണ്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ എല്ലാം ചിലവ് കുറഞ്ഞ രീതിയിലും എന്നാൽ നല്ല ക്വാളിറ്റിയിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഞാൻ സ്റ്റിക്കർ പേപ്പറൊക്കെ ഒട്ടിച്ചിട്ട് നല്ല ഭംഗിയാക്കി എടുത്തു വെച്ചതാണ് കേട്ടോ എൻ്റെ കിച്ചണ്. നല്ല പിന്നെ എന്താ സൺഡേയിലാണ് ഈ വേസ്റ്റൊക്കെ എടുത്ത് കൊട്ടിക്കളയുക. അതായത് പ്ലാസ്റ്റിക്കിൻ്റെതും പിന്നെ പേപ്പറൊക്കെ ഉണ്ട് അതെല്ലാം കത്തിച്ച് കളയൊക്കെ ചെയ്യുക. ഒരാഴ്ചത്തത് പ്ലാസ്റ്റിക് കവറുകളൊക്കെ ഒരുമിച്ച് ഈ ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി പിന്നെ ഒന്ന് എന്താ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വരുന്നതാണ്. അപ്പോഴേക്കും അച്ഛനും മോനും മുറ്റമൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേഗം മുറ്റമൊക്കെ അടിച്ചതിന് ശേഷം കടലാസൊക്കെ എടുത്ത് കത്തിച്ച് ഒക്കെ ഒന്ന് വൃത്തിയാക്കിയതാണ് കേട്ടോ. പിന്നെ ഇന്ന് വൈകുന്നേരം ഒരു കല്യാണമുണ്ട് രാത്രിയിൽ. അപ്പോൾ പിന്നെ സന്ധ്യയ്ക്ക് ശേഷം അങ്ങോട്ടേക്ക് കല്യാണത്തിന് പോകണം. അപ്പോൾ പിന്നെ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ ആയിട്ട് ഫുള്ളും പണിത്തിരക്കോട് പണിയായിരുന്നു. പിന്നെ ഞാൻ വേഗം അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കിനും അടുക്കളയൊക്കെ നല്ലോണം ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ക്ലീനിങ് സൊല്യൂഷനൊക്കെ ഒരു ട്രേ പോലത്തെ ഉള്ളിൽ വെച്ചിട്ട് അതിൽ എടുത്ത് വെച്ചിട്ട് അത് ഒരുമിച്ച് അങ്ങ് വെച്ച് പിന്നെ തണയും ഒക്കെ നല്ല ഈ കൗണ്ടർ ടോപ്പൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി എടുത്തതാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ പിന്നെ പാത്രങ്ങളൊക്കെ അതിൻ്റെ അടിയിലേക്ക് എടുത്ത് വെച്ച് എല്ലാം ആ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലായിരുന്നു എടുത്തത്. പിന്നെ ഇതെൻ്റെ അടുക്കളയിലുള്ളൊരു ബോർഡാണ്. അപ്പോൾ ഇത് നാളെ രാവിലെ വരുമ്പോൾ കാണാൻ വേണ്ടിയിട്ടാണ് നാളത്തേക്കൊരു ഇത് എഴുതിയത്, ഒരു കോട്ട്സ് എഴുതിയതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി വേണം കേട്ടോ. പിന്നെ താങ്ക് യു ഫോർ വാച്ചിങ്.